ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇതുതന്നെയാണ് ലോക രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അതിനിടയിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ ചില യുദ്ധസമാനമായ നടപടിക്രമങ്ങളിലേക്ക് വീണ്ടും പോകുന്നു എന്നതിൻ്റെ വാർത്തകളും പുറത്തു വരുന്നു. ഇപ്പോൾ ഉത്തര കൊറിയ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു, റഷ്യയെ സഹായിക്കാനായി ഞങ്ങൾ 14,000 സൈനികരെയാണ് അങ്ങോട്ടേക്ക് അയച്ചത്. മാത്രമല്ല ദശലക്ഷക്കണക്കിന് ആയുധങ്ങളും അവർക്ക് നൽകിയിരുന്നു. അതായത് റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളൊക്കെ നൽകിയിരുന്നു. ഇന്ന് വരെ ഉത്തര കൊറിയ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല. അപ്പോൾ റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. റഷ്യയ്ക്ക് വേണ്ടി ഉക്രൈനെതിരെ പോരാടാനായിട്ട് ഉത്തര കൊറിയയിൽ നിന്ന് സൈനികർ വന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉക്രൈൻ ഉദ്ദേശിച്ചതാണ്. നാറ്റോയിലെ രാജ്യങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ റഷ്യ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല സംഭവങ്ങൾ. ഞങ്ങൾക്ക് ഉത്തര കൊറിയയിൽ നിന്ന് ചില ആയുധങ്ങളൊക്കെ അവർ വിട്ടു തന്നിരുന്നു. അത് ഉപയോഗിക്കാൻ വേണ്ട പരിശീലനം നൽകാനായി ഉത്തര കൊറിയയിൽ നിന്ന് കുറച്ച് സൈനികർ വന്നിരുന്നു. അവർ ഞങ്ങളുടെ റഷ്യൻ ഭടന്മാർക്ക് സൈനിക പരിശീലനം നൽകുകയാണെന്നൊക്കെ പറഞ്ഞു. യുദ്ധമുഖത്തേക്ക് ദശലക്ഷക്കണക്കിന് മിസൈലുകൾ, റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളൊക്കെ നൽകിയെന്ന് ഉത്തര കൊറിയ ഔദ്യോഗികമായി സമ്മതിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.